രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായിട്ടൊന്നും കൈവിടാൻ മനോരമ തയ്യാറാകില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പഴയ രീതിയിലുള്ള ഒരു വല്ലാത്തൊരു പ്രൊജക്ഷൻ ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം ലോജിക്കലി കണക്റ്റ് ആവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങൾ പഴയ പോലെയല്ല, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരം ഒരു ലോജിക്കിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, സർവേകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ട്രോൾ മെറ്റീരിയലായിട്ട് മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല, മനോരമയുടെ സർവേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കോമഡിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ അവരുടെ സർവേകൾ, കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന സർവേകളൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അതിന് നേർ വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് വന്നതെന്നുള്ളത് നമുക്കറിയാം. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് മനോരമ. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. പറയാതെ വയ്യകളൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവസാനം ജനങ്ങൾ പൂർണ്ണമായി നരേന്ദ്രമോദിക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 2024 കേരളത്തിൽ വരെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മനോരമ പഴയ പോലെ രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒന്നോ രണ്ടോ തവണ ഇത്തരം സംഭവങ്ങളൊക്കെ സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജനങ്ങൾ നിൽക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ അവരെ പറ്റിക്കുമ്പോൾ അവർക്കും കാര്യം അറിവും, ഇത് മനോരമയുടെ സർവേയാണ്, അവർ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവും.